മാരുതി സുസുക്കിയാണ് വണ്ടി. ഇത് കർണാടകയിൽ നിന്ന് ശബരിമല വണ്ടിയാണ്. ഒരു ശബരിമലയിൽ പോയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാമെന്നുള്ള രീതിയിൽ ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന സമയത്ത് വണ്ടി ഓവർ ഹീറ്റായി. അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് കേസാണ് കംപ്ലൈൻറ്റ്. തെർമോസ്റ്റാറ്റ് കേസ് അയച്ചു നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വാൾവ് പൊട്ടിയിട്ടുണ്ട്. ഇതെന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ പ്ലാസ്റ്റിക്കിലാണ് സത്യം പറഞ്ഞാൽ വാൾവ് ഫിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് കാണാൻ പറ്റും. ആ വാൾവ് പൊട്ടിയിട്ട് ഫുൾ ടൈം ക്ലോസ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് സമയത്തിന് വാൾവ് തുറക്കില്ല. അങ്ങനെ വണ്ടി ഓവർ ഹീറ്റാവും. അപ്പോൾ ഈ വണ്ടി കിട്ടിയ പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയേറ്റർ കൂടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ബ്ലോക്കായി അതിൻ്റെ ടോപ്പ് ടാങ്കിൽ നിന്ന് ചെറിയൊരു മൈനോട്ട് ലീക്കുണ്ട്. അതായത് ഇത് ഫുൾ ടൈം ക്ലോസ് ആയിരിക്കുമ്പോൾ സർക്കുലേഷൻ ഇല്ലാതെ പ്രഷർ കൂടും. പ്രഷർ കൂടിയിട്ട് ടാങ്കിൻ്റെ അവിടെ നിന്ന് ലീക്ക് കൂടെ ഉണ്ടായിരുന്നു. അവർ ഇത്ര ദൂരം വന്നതാണ്. അത് രണ്ടും ചെയ്തങ്ങ് വിടാനുള്ള പ്ലാനിലാണ്. ഏകദേശം ഒരു 2500 രൂപയ്ക്കകത്ത് ഇതിന് റേറ്റുണ്ട്. പിന്നെ റേഡിയേറ്ററിന് ഏകദേശം ഒരു 5000 രൂപയ്ക്കകത്ത് റേഡിയേറ്റർ വരും. നമ്മൾ റേഡിയേറ്റർ ഫുള്ള് മാറുന്നില്ല. അപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ടോപ്പ് ഹോസിൽ നിന്നാണ് ലീക്ക്, ടോപ്പ് ടാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പ് ടാങ്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പഴയ റേഡിയേറ്ററിൽ പുതിയ ടോപ്പ് ടാങ്ക് ഫിറ്റ് ചെയ്ത് വിടാനുള്ള പ്ലാൻ. ഇപ്പം ഇങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60,000-70,000 കിലോമീറ്ററിനകത്ത് വെച്ച് ഈ സാധനം മാറി വിടണം. ഈ തെർമോസ്റ്റാറ്റിക് കേസ്. അതേപോലെ തന്നെ വാട്ടർ പമ്പ് ചെക്ക് ചെയ്ത് വാട്ടർ പമ്പ് കൂടെ മാറ്റി വിടണമെങ്കിൽ നല്ല. അതായത് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെയും വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, വഴിയിലാവാത്ത രീതിയിൽ നമുക്ക് വണ്ടി ഓട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും കാണാതെ പിന്നെ ഓടിക്കൊണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സീസാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓയിൽ കൂടുതൽ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങളെ വണ്ടിക്ക് ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് മാരുതി സുസുക്കിയുടെ ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് മാറ്റി പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വഴി കിടക്കും.